ഇന്നത്തെ നീക്കം മദീദോ പട്ടണം ലക്ഷ്യമാക്കിയാണ്. കാരവാനിലുണ്ടായിരുന്ന മുതലാളികൾക്കും വ്യാപാരികൾക്കും അവരുടേതായ കൂട്ടവും സംസാര വിഷയങ്ങളുമായിട്ട് മുൻപോട്ട് നീങ്ങുന്നു. എന്നാൽ പാവപ്പെട്ട യാത്രക്കാരിൽപ്പെട്ട ജോസഫും മേരിയും ഏവരിൽ ഏറ്റവും എളിയവരായി പെരുമാറി. അവരുടെ വിനയവും സഹായസന്നദ്ധതയും മറ്റുള്ളവർക്ക് വലിയൊരു മാതൃക നൽകി. വിശ്രമവേളകളിൽ അവരോടുകൂടി സംഭാഷണങ്ങളിൽ സന്തോഷിക്കുവാനും സങ്കീർത്തനങ്ങൾ ആലപിക്കുവാനും അങ്ങനെ യാത്രക്ഷീണം സഹിക്കുവാനും മറക്കുവാനും അവർക്കായി. ഹൃദയത്തിന്റെ തികലിൽ നിന്നാണല്ലോ അധരം സംസാരിക്കുന്നത്. മേരി ജോസഫുമാരുടെ ഹൃദയത്തിൽ ദൈവസ്നേഹം, ദൈവചിന്ത, ദൈവകാരുണ്യം ഇവ എന്നും നിറഞ്ഞു നിന്നിരുന്നു. ദൈവം സ്നേഹമാകുന്നു. സ്നേഹത്തിൽ വസിക്കുന്നവർ ദൈവത്തിലും ദൈവം അവരിലും വസിക്കുന്നു. അനുദിനം നിരവധി ആളുകളുമായി നാം ബന്ധപ്പെടുന്നു. നേരിട്ടും ഫോണിലൂടെയും വീട്ടിലും വഴിയിലും ഓർമ്മകളിലൂടെയുമെല്ലാം. ഈ ബന്ധങ്ങൾ അവർക്ക് നന്മയോ തിന്മയോ സ്നേഹമോ വെറുപ്പോ എന്തായാലും എൻ്റെ തീരുമാനം ഇതാണ്. ഒരാളെ കാണുമ്പോഴും കേൾക്കുമ്പോഴും ഞാൻ മനസ്സിൽ പ്രാർത്ഥിക്കും, ദൈവം അവനെ അല്ലെങ്കിൽ അവളെ അനുഗ്രഹിക്കട്ടെ. ദൈവം നമുക്ക് നൽകിയവരെ നമുക്കും സ്നേഹിക്കാം. ഇന്ന് യേശുവിനോട് കൂടി യാത്ര ചെയ്യുമ്പോൾ സ്നേഹിക്കുവാൻ വേണ്ടി മാത്രം എൻ്റെ ജീവിതയാത്രയെ സമർപ്പിക്കാം.